നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിംഗ് നോട്ടാണ് പഠിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് പോലെ തന്നെയാണ് റിംഗ് നോട്ടും കേട്ടോ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. റിംഗ് നോട്ടും ഫസ്റ്റ് നമുക്ക് ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു റിംഗ് ഏത് സൈഡിലേക്കാണ് സ്റ്റിച്ചിങ് വരുന്നതെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഞാൻ 7x7 ആണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രെഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ 7 ലെയർ എടുത്തു എന്ന് വെച്ച് അങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് 5 ലെയർ തൊട്ട് 9 ലെയർ വരെ എടുക്കാം. റിംഗ് നോട്ടിന് 6 ലെയർ അല്ലെങ്കിൽ 7 ലെയർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് ത്രെഡ് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കെട്ട് വീഴാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ വരച്ചിരിക്കുന്ന ലൈനിൽ നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക, റൈറ്റ് ഹാൻഡിൽ നീഡിൽ. റൈറ്റ് ഹാൻഡിലെ നീഡിലിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചുറ്റിയ ശേഷം നമുക്ക് ഇപ്പം നമ്മൾ മുകളിലേക്ക് എടുത്തില്ലേ, അതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിലാണ് കേട്ടോ നമുക്ക് നീഡിൽ കുത്തേണ്ടത്. പിടിക്കുന്നതും ചുറ്റുന്നതും എല്ലാം ഫ്രഞ്ച് നോട്ട് പോലെ തന്നെയാണ്. ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ മുകളിലേക്ക് എടുത്ത ആ ഒരു സ്റ്റിച്ചിന് തൊട്ടടുത്തായിട്ടായിരുന്നു നീഡിൽ കുത്തുന്നത്. അതേസമയം ഇവിടെ കുറച്ച് ഗ്യാപ്പിലാണ് നീഡിൽ കുത്തുന്നത്. ഇപ്പം നീഡിൽ നമ്മൾ പകുതി താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ത്രെഡ് ഇതേപോലെ പിടിച്ചേക്കാണ്. ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡിൽ നമുക്ക് റിങ്ങിൻ്റെ വലിപ്പം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്ര വലിപ്പത്തിലാണോ റിങ് വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലോത്തിൻ്റെ അടിയിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് നീഡിലിനെ താഴേക്ക് പിടിക്കാം. ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മുകളിലേക്കായിരുന്നു പിടിക്കുന്നത്. അതേസമയം ഇവിടെ ഈ ത്രെഡ് വിടത്തില്ല കേട്ടോ. ലാസ്റ്റ് ആ ഒരു നോട്ടിനടുത്തെത്തുമ്പോൾ മാത്രമേ കൈ റിലീസ് ചെയ്യത്തുള്ളൂ. കാരണം ഈ ത്രെഡ് മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ റിങ് ടൈറ്റ് ആകും. അപ്പോൾ ഫ്രഞ്ച് നോട്ട് പോലെ ആയിരിക്കും ആ ഒരു സ്റ്റിച്ച് വരുന്നത്. ബിഗിനേഴ്സ് എപ്പോഴും ഇതേപോലെ ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് മുകളിലേക്ക് ലൂസായിട്ട് പിടിച്ച് റിങ് നോട്ട് ചെയ്യാം. പക്ഷേ തുടക്കത്തിൽ എപ്പോഴും നമ്മളിത് ഇതേപോലെ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കണം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. നീഡിലിൽ ത്രെഡ് ഒരു പ്രാവശ്യം ചുറ്റിയ ശേഷം നമ്മൾ മുകളിലേക്ക് എടുത്ത പോയിന്റിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ മുകളിലേക്ക് നീഡിൽ താഴേക്ക് ഇറക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് കൊണ്ട് നീഡിലിനെ നമുക്ക് താഴേക്ക് പിടിക്കാം. ആ നോട്ടിന് അടുത്തെത്തുമ്പോൾ നമുക്ക് കൈ റിലീസ് ചെയ്യാം. ഒരു റിങ് പോലെ ഈ ഒരു നോട്ട് വന്നാൽ കണ്ടോ. ത്രെഡ് ചുറ്റിയ ശേഷം ഏത് സൈഡിലേക്കാണോ നമ്മൾ നീഡിൽ കുത്തുന്നത് അവിടേക്ക് റിങ് ഫോം ആവും. അതേപോലെ ആ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് ഏത് സൈഡിലേക്കാണോ പിടിക്കുന്നത് അവിടേക്ക് നോട്ടും ഫോം ആകും. ഇവിടെ ഞാൻ ലൈനിൻ്റെ മുകളിലാണ് നീഡിൽ കുത്തുന്നത്, അതുപോലെ ത്രെഡ് താഴേക്കുമാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റിങ് നോട്ട് ആ ലൈനിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്നത്. റിംഗ് നോട്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലവറൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഫ്ലവർ ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പെറ്റൽസ് റൗണ്ടിൽ വരണം, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ലൈൻ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ലൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമ്മൾ നീഡിൽ എടുക്കുന്ന പൊസിഷനും അതുപോലെ നീഡിൽ കുത്തുമ്പോൾ റിങ് ഏത് സൈഡിലേക്ക് വരും എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വെറുതെ ക്ലോത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിങ് നോട്ട് പഠിക്കും, പക്ഷേ നമ്മൾ എവിടെ കുത്തുമ്പോൾ ഏത് പൊസിഷനിലേക്കാണ് ആ റിങ് വരുന്നതെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഞാൻ പൊസിഷൻ മാറ്റി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിങ് എവിടെയൊക്കെയാണ് ഫോം ആവുന്നതെന്ന് മനസ്സിലാവും. നീഡിലിൽ ത്രെഡ് ഒരു പ്രാവശ്യം ചുറ്റിയ ശേഷം ഞാൻ മുകളിലേക്ക് കുത്തുന്നില്ല, നമ്മുടെ ആ ഒരു ലൈനിലേക്ക് തന്നെ നീഡിൽ കുത്തുകയാണ്. അപ്പോൾ റിങ്ങിൻ്റെ സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നീഡിലിനെ താഴേക്ക് നമുക്ക് പിടിക്കാം. ഇപ്പോൾ റിങ് വന്നിരിക്കുന്നത് കണ്ടോ, മുകളിലേക്കല്ല റിങ് വന്നിരിക്കുന്നത്. നമ്മൾ ആ ലൈനിൽ കുത്തിയത് കൊണ്ട് ലൈനിലേക്കാണ് റിങ് ഫോം ആയിരിക്കുന്നത്. ഇപ്പോൾ റിങ്ങിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് റിങ് നോട്ടിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതിന് മുന്നിട്ട് എൻഡ് നോട്ട് കൊടുക്കുന്നതും കൂടി ഒന്ന് പറയാം കേട്ടോ. ഞാനിവിടെ റിംഗ് നോട്ടിന് തൊട്ടടുത്തായിട്ട് നീഡിൽ മുകളിലേക്ക് എടുത്തു. ഇനി നീഡിലിനെ അതേ പോയിന്റിൽ തന്നെ താഴേക്ക് കൊടുത്തുകൊണ്ട് താഴെ നീഡിലിൽ ത്രെഡ് ഒരു പ്രാവശ്യം ചുറ്റിയ ശേഷം ആ നീഡിലിനെ താഴേക്ക് പിടിച്ചു. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ എൻഡ് നോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ ഫ്രഞ്ച് നോട്ടിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻഡ് നോട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 52 ഒന്ന് റെഫർ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്ലാസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് പഠിക്കാം. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ സെക്കൻഡ് മെത്തേഡും. നമ്മൾ ആ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനിൽ നീഡിൽ മുകളിലേക്ക് എടുക്കാം.
ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക, റൈറ്റ് ഹാൻഡിൽ നീഡിൽ. ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് കെട്ട് വീഴാതെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നീഡിലിൽ ത്രെഡ് 2 പ്രാവശ്യം ചുറ്റിയ ശേഷം നമുക്ക് മുകളിലേക്ക് എടുത്ത പോയിൻറ്റിൻ്റെ കുറച്ച് ഗ്യാപ്പിൽ നീഡിലിനെ താഴേക്ക് ഇറക്കാം. റൈറ്റ് ഹാൻഡ് കൊണ്ട് താഴേന്ന് നമുക്ക് ത്രെഡ് പിടിച്ച് വലിക്കാം. മുകളിൽ ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ 2 പ്രാവശ്യം ത്രെഡ് ചുറ്റുന്നു, അതേ ഉള്ളൂ വ്യത്യാസം. സെക്കൻഡ് മെത്തേഡിൽ റിംഗ് നോട്ട് കുറച്ചുകൂടി കട്ടിക്കാണ് ഫോം ആകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് മെത്തേഡ് കുറച്ച് കട്ടി കുറവാണ്, സെക്കൻഡ് മെത്തേഡിന് കുറച്ച് കട്ടി കൂടുതലാണ്. ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക, റൈറ്റ് ഹാൻഡിലെ നീഡിലിൽ ത്രെഡ് 2 പ്രാവശ്യം ചുറ്റിയ ശേഷം നമ്മൾ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ നീഡിൽ താഴേക്ക് എടുക്കാം. റൈറ്റ് ഹാൻഡ് കൊണ്ട് ത്രെഡിനെ പിടിച്ച് വലിക്കുക. ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ ത്രെഡ് ചുറ്റുന്നത് ടൈറ്റായിട്ടായിരുന്നു, പക്ഷേ ഇവിടെ ടൈറ്റായിട്ട് ത്രെഡ് ചുറ്റല് കേട്ടോ, ലൂസായിട്ട് തന്നെ ത്രെഡ് ചുറ്റണം. സെക്കൻഡ് മെത്തേഡിൽ ഇതേ കണ്ടോ 2 ലെയറായിട്ടാണ് റിംഗ് നോട്ട് ഫോം ആകുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ത്രെഡ് 1 പ്രാവശ്യം ചുറ്റുന്നുള്ളായിരുന്നു, അതുകൊണ്ട് 1 ലെയറാണ് റിംഗ് നോട്ട് ഫോം ആകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം ത്രെഡ് ചുറ്റുന്നതുകൊണ്ട് ഇതേപോലെ 2 ലെയർ റിംഗ് നോട്ടാണ് ഫോം ആകുന്നത്. അതുപോലെ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് ആ റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് മെത്തേഡിൽ കറക്റ്റായിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പാടാണ്. ഇതേപോലെ കുറച്ച് ലൂസായിട്ട് വിടുക. കുറച്ച് ലൂസായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിക്ക് റിങ് ഫോം ആകും. കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിംഗ് നോട്ടിൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ എല്ലാ റിങ്ങും ഒരേ ഷേപ്പിലായിരിക്കണം, അതായത് ഒരേ സൈസിലായിരിക്കണം. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് മെത്തേഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് പഠിക്കാം. തേർഡ് മെത്തേഡ് വളരെ റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ, നമ്മളധികം യൂസ് ചെയ്യാറില്ല. പിന്നെ സിംഗിൾ ഫ്ലവറായിട്ടൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനിൽ കുറച്ച് കട്ടിക്ക് നമുക്ക് ആ ഒരു ഫ്ലവർ വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. ഇനി തേർഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക, ഇനി റൈറ്റ് ഹാൻഡിലെ നീഡിലിൽ ത്രെഡ് 3 പ്രാവശ്യം ചുറ്റണം. ഈ 3 പ്രാവശ്യം ചുറ്റുന്നത് ടൈറ്റായിട്ട് ചുറ്റല്, ലൂസായിട്ട് ചുറ്റണം കേട്ടോ. ഇനി നമ്മൾ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ നമുക്ക് നീഡിൽ താഴേക്ക് കുത്താം. ഇനി റൈറ്റ് ഹാൻഡ് കൊണ്ട് ക്ലോത്തിൻ്റെ അടിയിൽ നമുക്ക് ആ നീഡിലിനെ താഴേക്ക് പിടിക്കാം. ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് ഇതേപോലെ തന്നെ പിടിക്കുക. ആ നോട്ടിന് അടുത്തെത്തുമ്പോൾ മാത്രമേ കൈ റിലീസ് ചെയ്യാവൂ. ഈ റിംഗ് നോട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ മുകളിലത്തെ റിംഗ് നോട്ടിനെ അപേക്ഷിച്ച് എത്ര കട്ടിക്കാണ് ഈ 3ാമത്തെ റിംഗ് നോട്ട് വന്നിരിക്കുന്നതെന്ന്. കാരണം ഇവിടെ നമ്മൾ റിങ് 3 ലെയർ ഫോം ആകുന്നുണ്ട്. ഫ്രഞ്ച് നോട്ടിലും ലോങ് ഫ്രഞ്ച് നോട്ടിലും നമ്മൾ ത്രെഡ് ചുറ്റുന്നത് കുറച്ച് ടൈറ്റായിട്ടായിരുന്നു, പക്ഷേ ഇവിടെ ടൈറ്റായിട്ട് ചുറ്റല്ലോ കേട്ടോ. കാരണം ഇവിടെ ടൈറ്റായിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു നോട്ടായിട്ട് മാത്രമേ ആ ഒരു സ്റ്റിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടോ 3 ലെയറാണ് ഈ റിങ് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രഞ്ച് നോട്ടിലും ലോങ് ഫ്രഞ്ച് നോട്ടിലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് മുകളിലേക്കായിരുന്നു പിടിക്കുന്നത്. ഇവിടെ മുകളിലേക്കല്ല, നമ്മൾ ആ ഒരു ക്ലോത്തിനോട് ടച്ച് ചെയ്ത് തന്നെ ആ നോട്ടിന് അടുത്ത് തന്നെയാണ് പിടിക്കുന്നത്. അത് ബിഗിനേഴ്സ് അങ്ങനെ പിടിച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ത്രെഡ് കെട്ട് വീഴും, അല്ലെങ്കിൽ റിങ് ഫോം ആകാതെ നോട്ടായിട്ട് ആയിരിക്കും സ്റ്റിച്ച് കിട്ടുന്നത്. മുകളിലേക്ക് പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും റിങ് നോട്ട്, പക്ഷേ അത് ഒരുപാട് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ മുകളിലേക്ക് പിടിച്ച് ചെയ്യാവൂ. മുകളിലേക്ക് ത്രെഡ് പിടിക്കുകയാണെങ്കിലും ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കില്ല. ഫ്രഞ്ച് നോട്ടിലും ലോങ് ഫ്രഞ്ച് നോട്ടിലും നമ്മൾ ടൈറ്റായിട്ടല്ലേ മുകളിലേക്ക് പിടിക്കുന്നത്, അതുപോലെ വലിച്ച് മുകളിലേക്ക് പിടിക്കല്. നമ്മുടെ ആ ഒരു റിങ് ലൂസായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ത്രെഡ് മുകളിലേക്ക് പിടിക്കേണ്ടത്. ഇനി ഇവിടെ എൻഡ് നോട്ടും കൂടി കൊടുക്കാം. എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ ആ റിങ്ങിനോട് ചേർന്ന് തന്നെ നീഡിൽ മുകളിലേക്ക് എടുക്കുക. അതുപോലെ നമ്മുടെ റിങ്ങിൽ ആ നീഡിൽ ടച്ച് ആകരുത്. അതുപോലെ പുറത്തേക്കും റിങ്ങിന് പുറത്തേക്കും നമ്മുടെ സ്റ്റിച്ച് വരാൻ പാടില്ല. ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാറില്ല കേട്ടോ, ഫസ്റ്റ് മെത്തേഡോ സെക്കൻഡ് മെത്തേഡോ യൂസ് ചെയ്യാറുള്ളൂ. റിംഗ് നോട്ട് കൂടുതലും നമ്മൾ സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളൊരു ഷേപ്പ് വരച്ച് ഇതുപോലെ ലൈനിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാതെ സ്ക്വയറോ ട്രയാങ്കിളോ സർക്കിളോ അങ്ങനെ ഷേപ്പ് വരച്ച് ഷേപ്പിൽ പ്രാക്ടീസ് ചെയ്യൂ. എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു നീഡിൽ എവിടെ കുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിങ് ഫോം ആകുന്നതെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. നന്നായിട്ട് റിംഗ് നോട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഡിസൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്ലവർ ഡിസൈൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്